ലോകമെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകയില്ല ഒരിക്കലുമേ. ഡോക്ടർ രാധാകൃഷ്ണൻ പറഞ്ഞൊരു വാചകമുണ്ട്, ക്രിസ്ത്യൻസ് ആർ ഓർഡിനറി പീപ്പിൾ വിത്ത് എക്സ്ട്രാ ഓർഡിനറി ക്ലെയിംസ്. അസാധാരണമായ അവകാശവാദങ്ങൾ മുഴക്കുന്ന സാധാരണക്കാരാണ് ക്രിസ്ത്യാനികൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇവർ വലിയ വലിയ ആളുകളാണ് ചിന്തിക്കും. പക്ഷെ അടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് ഇവൻ ഈ പറയുന്നതല്ലാതെ വേറെ ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലാകുന്നത്. അതാണ് ഇന്ന് സഭയ്ക്കുള്ള ഏറ്റവും വലിയ അപമാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിൻ്റെ 28 വാക്യം, റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 28 വാക്യത്തിൽ അകമേ യഹൂദനായവനല്ല യഹൂദൻ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വേണം പെന്തിക്കോസ്തലാകാൻ, ഉള്ളിൽ നിന്ന് വേണം, അല്ലാതെ ചുമ്മാ പുറമേ ഞാൻ പെന്തിക്കോസാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഒരു റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഇന്നിപ്പോൾ പുറമേ പറയുന്നതിന്, നമ്മൾ എന്ത് കാണിച്ചാലും പുറമേ പറയുന്നതിന് ഒരു മടിയില്ല പെന്തിക്കോസുകാരനാണെന്ന്. ഇപ്പം ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് 32 വർഷം മുമ്പ് ഞാൻ കോളേജിൽ ചെന്ന സമയത്ത് എൻ്റെ കൂടെ പെന്തിക്കോസുകാരെ ആരും ഞാൻ കണ്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഈ നോൺ കാത്തലിക്സിൻ്റെ ഒരു പ്രെയർ ഗ്രൂപ്പ് തുടങ്ങി. ആ പ്രെയർ ഗ്രൂപ്പിൽ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു പയ്യനെ കൊണ്ടുവരണം. എൻ്റെ കൂടെ ഉള്ള എൻ്റെ ക്ലാസ്സിലുള്ള, എൻ്റെ ഹോസ്റ്റലിലുള്ള ഒരു പയ്യനെ ആ മീറ്റിങ്ങിനൊന്ന് കൊണ്ടുവരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. കാര്യം ഞങ്ങളുടെ ആ ബാച്ചിലും ഞങ്ങളുടെ ആ ഹോസ്റ്റലിലും ഏറ്റവും മോശമായിട്ട് ജീവിച്ചവനാണ്. ഏറ്റവും മോശമായിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതിന് ഒരു കണക്കും കഴിവില്ല. അത് സ്പെൻഡ് ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് പറയാൻ പോലും വയ്യാത്ത രീതിയിൽ വളരെ മോശമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പണം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇവനെ ഈ മീറ്റിങ്ങിനൊന്നും കൊണ്ടുവരണം. 6 മാസം ഞാൻ ഇവനെ വിളിച്ചിട്ട് ഇവൻ എൻ്റെ അടുത്തിട്ടില്ല. ഉടനെ 6 മാസം കഴിഞ്ഞൊരു ദിവസം ഞാൻ ഇവനോട് പറഞ്ഞു, എടാ നീ എന്തുകൊണ്ടാണ് ഈ മീറ്റിങ്ങിന് വരാത്തത്? അത് എനിക്ക് അവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ നീ കാത്തലിക് അല്ലല്ലോ, അങ്ങനെയാണെങ്കിൽ നീ കത്തോലിക്ക പള്ളി പോകും. നീ നോൺ കാത്തലിക് ആയതുകൊണ്ടല്ലേ ഞാൻ ഇത്ര കഷ്ടപ്പെട്ട് നിന്നെ വിളിക്കുന്നത്. അത് നിങ്ങളവിടെ മർത്തോമാക്കാരും യാക്കോബക്കാരും എല്ലാം കൂടെ ഒരുമിച്ചിരുന്നല്ലേ പ്രാർത്ഥിക്കുന്നത്. ഞാൻ പറഞ്ഞു അതെ. അതിന് എന്നെ കിട്ടത്തില്ല. ഞാൻ പറഞ്ഞു അതെന്താ, അത് ഞാൻ പെന്തിക്കോസുകാരനാണ്. സത്യമായിട്ട് പറഞ്ഞ കേട്ടു. അവൻ വളരെ അതായത് അവന് ലോകത്തിലെ മുഴുവൻ തോന്നിവാസങ്ങളും കാണിക്കാം, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മർത്തോമക്കാരൻ്റെ കൂടെ CSIക്കാരൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് അവൻ അഭിമാനത്തോടെ പറയുന്ന കാര്യമാണ് എന്തോ അത്, അതിൻ്റെ കാര്യം ഞാൻ പെന്തിക്കോസുകാരനാ, എന്നെ അതിന് കിട്ടത്തില്ല, ബാക്കി എല്ലാത്തിനും കിട്ടും. എന്തിനു മാത്രം കിട്ടത്തില്ല? CSIക്കാരൻ്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ഐഡന്റിറ്റി എന്തൊരു നാണം കെട്ട പരിപാടിയാണ്. ഇത് പറയാതിരുന്നായിരുന്നെങ്കിൽ നല്ലതല്ലെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. റാന്നിയിൽ കഴിഞ്ഞ ദിവസം ഞാൻ ഈ സംഭവങ്ങളൊക്കെ പറയുന്നത്, നടന്ന കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം ഇത് വളരെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. റാന്നിയിൽ പാർക്ക് ലൈറ്റ് ഇട്ട് സൈഡിൽ കിടന്നിരുന്ന ഒരു വണ്ടിയിൽ ഒരാൾ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചു, പുറകെ കൊണ്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് മുന്നേ ഉള്ള ആളോട് ഭയങ്കരമായിട്ട് ചൂടാകുക. വണ്ടി ചാടി ഇറങ്ങി ഭയങ്കര ബഹളം ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് മറ്റേ പുള്ളി ചോദിച്ചു, എടോ താനിങ്ങനെ ചൂടായിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ വണ്ടി പാർക്ക് ലൈറ്റ് ഇട്ട് വിട്ടിരിക്കുകയില്ല, താൻ എൻ്റെ വണ്ടിയെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് താൻ തന്നെ കിടന്ന് ചൂടാകുന്നത്. എടാ എൻ്റെ അടുത്ത് കളിക്കരുത്, ഞാൻ ആരാണെന്ന് അറിയാമോ? ഞാൻ ഇന്ന സഭയിലെ പാസ്റ്ററാണെന്ന് പറഞ്ഞ കാര്യമാണ്, നടന്ന കാര്യമാണ്. ഇതാണ് ഇന്ന് സഭയുടെ അപമാനം. അല്ലാതെ എന്താ സഭയുടെ അപമാനം? കഷ്ടത സഹിക്കുന്നതാണോ? എന്താ സഭയുടെ അപമാനം? പീഡനമാണോ സഭയുടെ അപമാനം? സഭയുടെ അപമാനം റോങ് ഐഡന്റിറ്റി വെച്ച് പുലർത്തുന്നതായ സഭാംഗങ്ങളാണ് ഇന്ന് സഭയുടെ അപമാനം എന്ന് പറയുന്നത്. ശരിയല്ലാത്ത ഒരു ഐഡന്റിറ്റി. അഭിമാനത്തോടുകൂടെ ഐ എം എ ഹീബ്രു എന്ന് യോനായോട് ചോദിച്ചു, നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഞാനൊരു എബ്രായൻ, ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെ ഭജിച്ചു വരുന്നു, ഐ ഫിയർ ദ ലോർഡ് ഹു ക്രിയേറ്റഡ് ഹെവൻസ് ആൻഡ് എർത്ത്. പറയുന്നത് വലിയ കാര്യമാണ്. പക്ഷെ ഇവൻ ഐ ഫിയർ ദ ലോർഡ് എന്ന് പറയുമ്പോൾ ഇവൻ എന്നെ അവകാശം? ഇവനവൻ്റെ ജീവിതത്തിൽ ദൈവത്തെ ഭയം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ വരുമായിരുന്നു? ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ സഭയുടെ അപമാനം എന്ന് പറയുന്നത് എന്താണ്? പറയുന്നത് പ്രവർത്തിക്കാത്തതായ നമ്മുടെ ജനങ്ങളാണ്. ഇവിടെ നിന്നാണ് ഒരു യഥാസ്ഥാപനം ഉണ്ടാകേണ്ടത്. അപ്പോൾ ഇന്നത്തെ യെരൂശലേമിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ സഭയുടെ പ്രശ്നം ഒന്ന്, നമ്മൾ മഹാകഷ്ടത്തിലാണ്. കാരണം ദൈവം എന്ത് ലക്ഷ്യത്തോടുകൂടെ സഭയെ ഭൂമിയിലാക്കിയോ അതിനുവേണ്ടി, അതായത് സ്വർഗത്തിന്റെ ഒരു കോൺസുലേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതിൽ നമ്മുടെ സഭ പരാജയപ്പെട്ടിരിക്കുന്നു. 2, സഭ അപമാനിക്കപ്പെട്ടിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, പറയുന്നത് പ്രവർത്തിക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? യഹൂദനെന്ന് പേർ കൊണ്ടും, അല്ലെങ്കിൽ അവൻ ഹീസ് ബോസ്റ്റിംഗ് ഹിംസെൽഫ് ആസ് എ ജ്യൂ, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, ഞാനൊരു പെന്തിക്കോസുകാരനാണെന്ന്
എന്താണ് വലിയ വായിൽ സംസാരിക്കുകയും എന്നാൽ അതിന് യോജിക്കാത്ത നിലയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായ കാര്യങ്ങൾ. മൂന്നാമത്തെ സഭയുടെ കഷ്ടത എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂന്നാമത്തെ സഭയുടെ ഇപ്പോഴത്തെ ശോചനീയാവസ്ഥ എന്ന് പറയുന്നത് യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ്. മതിൽ എന്ന് പറയുന്നത് എപ്പോഴും വേർപാടിനെയാണ് കാണിക്കുന്നത്. വേർപാട് രണ്ട് സ്ഥലങ്ങൾ തമ്മിൽ വേർപെടുത്തുന്നതാണ്. നമ്മളിപ്പോൾ എന്താണ്, നമുക്കൊരു ഒരു 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 കോമ്പൗണ്ട് വാൾ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് വേറൊരാളുടെ വസ്തുവാണ്, ഇത് നമ്മുടെ വസ്തുവാണ് എന്നതുപോലെ ലോകത്തെയും സഭയെയും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു മതിൽ അത്യന്താപേക്ഷിതമാണ്. എന്താണ് ലോകം, എന്താണ് സഭ, എന്താണ് ദൈവികത, എന്താണ് മാനുഷികത എന്ന് തിരിച്ചറിയാൻ ഇന്ന് പ്രയാസമായി വന്നിരിക്കുക. പ്രയാസമല്ല, ഇന്ന് അറിയത്തില്ല. ഇപ്പൊ ആളുകളോട് ഇത് ശരിയാണോ തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോനെ അത് ശരിയുമാകാം തെറ്റുമാകാം ഇല്ലേ. നമ്മൾക്കിന്ന് പറഞ്ഞു കൊടുക്കാൻ ഇന്നത്തെ ഒരു ചെറുപ്പക്കാരൻ വന്ന് എന്നോട് ചോദിക്കുകയാണെന്ന് വെച്ചോ, അച്ഛാ ഈ കാര്യം ശരിയാണോ എന്നിന്ന് ഒരുത്തനെ വന്ന് ചോദിക്കത്തില്ല. ചോദിച്ചാൽ അത് പറഞ്ഞ് അത് തെറ്റാണ്, അത് ദൈവത്തിന്റെ വകയല്ല, അത് ദൈവികതയല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇന്നാര് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടും കുഴപ്പമില്ലാത്തതോ ഇല്ലേ. അതായത് സഭയും ലോകവും തമ്മിലുള്ള മതിൽ ഇടിഞ്ഞു കിടക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ജോൺ സ്റ്റോട്ട് പറഞ്ഞല്ലോ, ചർച്ച് ഹാസ് ബിക്കം ജസ്റ്റ് അനദർ വേർഷൻ ഓഫ് ദ വേൾഡ്. സഭ എന്ന് പറയുന്നത് ലോകത്തിന്റെ മറ്റൊരു പതിപ്പായിട്ട് തിരിച്ചറിയാൻ വയ്യ. എന്താ വ്യത്യാസം? ഒരു സഭാവിശ്വാസിയും ഒരു ഹൈന്ദവ വിശ്വാസിയും തമ്മിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട്? ഒരു രാഷ്ട്രീയക്കാരനും ഒരു സഭയിലെ ഒരു വ്യക്തിയും തമ്മിൽ ജീവിതത്തിൽ എന്ത് വ്യത്യാസമുണ്ട്? അവന്റെ ബിസിനസ്സിലും അവന്റെ ജീവിത രീതിയിലും അത് നോക്കിയിട്ട് ഇവൻ വിശ്വാസിയാണ് ഇവൻ അവിശ്വാസിയാണെന്ന് പറയത്തക്ക രീതിയിലുള്ള മതിൽ എവിടെയാണ്? ഓരോ കാര്യങ്ങളും അത് എല്ലാ രീതിയിലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട്, ലോകത്തിന്റെ സകല പ്രവൃത്തിയും സഭയിലുമുണ്ട്. ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോഴത്തേക്ക് അതിന്റെ 5-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദുർനടപ്പ്, അശുദ്ധി എന്ന് പറയുന്ന ഈ ഭാഗങ്ങളിൽ സാധാരണ നമ്മളങ്ങ് വായിച്ച് വിട്ടു പോകുകയാണ്. അത് വായിച്ച് വിട്ട് അത് എടുക്കാനായിട്ട് എനിക്ക് സമയമില്ല. പക്ഷെ ഈ കാര്യങ്ങളിൽ എന്ത് ചെയ്താലും ഇന്ന് നമുക്ക് ഒരാളെ സഭയിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പോയിട്ട് ഒരു മനസാക്ഷി കുത്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ആ കാര്യം, 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ വക പ്രവർത്തിക്കുന്നവർ, ഈ വക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, ഇതുപോലെയുള്ള ഏത് കാര്യത്തിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീണ്ടും നിങ്ങളോട് പറയുന്നു. അതായത് ദൈവരാജ്യത്തിൽ പോകാൻ ഒരു കാരണവശാലും നമുക്ക് നമ്മളെ അനുവദിക്കാത്ത നിലയിൽ ഉള്ള ജഡത്തിന്റെ പ്രവൃത്തികൾ, അതിൽ എന്ത് ചെയ്തിട്ടും ഇന്ന് നമുക്ക് സഭയിൽ വരാനോ ആരാധിക്കാനോ തിരുവത്താഴം എടുക്കാനോ, ഇച്ചിരൂടെ കൂട്ടി പറഞ്ഞാൽ തിരുവത്താഴം കൊടുക്കാനോ ഇന്ന് നമുക്ക് മടിയില്ല. കാര്യം മതിലില്ല. ഇതിലേതാ ശരി ഏതാ തെറ്റെന്ന് ആരോടാ പറയുന്നത്? ആരാണ് ചോദിക്കുന്നത്? ആ ജഡത്തിന്റെ പ്രവൃത്തികൾ ഞാൻ അതിന്റെ പാരഫ്രൈസ് വേർഷൻ ഒന്ന് വായിക്കാം. നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ തന്നെ നമ്മൾ ഓടിച്ചു വിട്ടാണല്ലോ വായിക്കുന്നത്. കാര്യം അതൊന്നും നമുക്ക് അറിയേണ്ട കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള നിലയിലാണ്. അതിൽ ഓരോന്ന് ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവെന്ന് വെളിവാകുന്നു. ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കിയില്ല എന്ന് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും നിങ്ങളോട് മുൻകൂട്ടി പറയുന്നു. ഇതിൽ ഏത് ചെയ്താലും നമ്മൾ 1-2 കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറയും. വ്യഭിചാരം, അല്ലെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ഇതൊക്കെ ചെയ്താലും എവിടെ പോകത്തില്ലെന്നാണ് പറയുന്നത്. അല്ലാതെ കള്ളു കുടിക്കുന്നത് തന്നെ ഇന്ന് പ്രശ്നമല്ലാതെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതിനകത്ത് എന്ത് ചെയ്താലും ഇന്ന് നമുക്ക് പ്രശ്നമല്ലാതെ വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് ഏതിലെങ്കിലും ഒരു കാര്യത്തിൽ നമുക്ക് പാളിച്ച ഉണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കയില്ല എന്ന് ആകാശത്തിലും ഭൂമിയിലും ഒരുപോലെ സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുകയാണ്. പക, പിണക്കം, അസൂയ, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്പക്ഷം, ഭിന്നത, അസൂയ, all these things, when you follow your own wrong inclinations, your lives will produce these evil results എന്ന് പറഞ്ഞ് അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, impure thoughts, നമ്മൾ അവിടെ ആദ്യം പറയുന്നത്, അവിടെ എഴുതിയിരിക്കുന്ന വാക്കുകൾ, impure thoughts, eagerness for lustful pleasures, idolatry, spiritism, that is encouraging the activity of demons, hatred and fighting, jealousy and anger, and constant effort to get the best for yourself.
സ്വാർത്ഥത എന്നുള്ളതിന് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് കോൺസ്റ്റന്റ് എഫേർട്ട് ടു ഗെറ്റ് ദ ബെസ്റ്റ് ഫോർ യുവർ സെൽഫ്. നമുക്ക് എന്താ ആഗ്രഹം? എപ്പോഴും ഏറ്റവും മെച്ചമായത് എനിക്ക് വേണമെന്നുള്ള ആഗ്രഹമുള്ള വ്യക്തി സ്വർഗത്തിൽ പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മളതിനെ വിളിക്കുന്ന വാക്കാണ് കോമ്പറ്റിറ്റീവ്നെസ്. നമ്മളെല്ലാത്തിനും നല്ല നല്ല പേര് കണ്ടെത്തിയിട്ടുണ്ട്. അവൻ വളരെ കോമ്പറ്റിറ്റീവ് ആണ് കേട്ടോ, അല്ലേ? നമ്മുടെ പിള്ളേരെ വളരെ കോമ്പറ്റിറ്റീവായിട്ട് വളർത്തണം. നമ്മുടെ ഒരു മത്സരമുള്ള അല്ലെങ്കിൽ ഒരു കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള വേൾഡാണ്. ഹീ സ്മാർട്ട് നമ്മൾ പറയുന്നതാണ്. നമ്മളെല്ലാത്തിനും എന്താണ് സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഹീ ഈസ് സോ സ്മാർട്ട്. ഒറ്റ ഒരുത്തനെ അവൻ എന്ത് ചെയ്യാൻ സമ്മതിക്കത്തില്ല, അവൻ്റെ മുകളിൽ കയറാൻ സമ്മതിക്കത്തില്ല. ഹീ ഈസ് സോ സ്മാർട്ട്. പക്ഷെ സ്വർഗത്തിൽ പോകത്തില്ല. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന കോൺസ്റ്റന്റ് എഫേർട്ട് ടു അത് എഴുതിയിരിക്കുന്ന കംപ്ലൈൻസ് ആൻഡ് ക്രിറ്റിസിസംസ്, ദ ഫീലിംഗ് ദാറ്റ് എവ്രി വൺ എൽസ് ഈസ് റോങ് എക്സെപ്റ്റ് ദോസ് ഹു ആർ ഇൻ യുവർ ഓൺ ലിറ്റിൽ ഗ്രൂപ്പ്. അതാണ് എന്താണ് ദ്വന്ദ്വപക്ഷം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന ഒരു പാരഫ്രൈസ്ഡ് ഇതാണ്. നിങ്ങളുടെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ ഗ്രൂപ്പിലുള്ളവരല്ലാതെ ആരെന്തോ പറഞ്ഞാലും അത് തെറ്റാണെന്ന് പറയുന്ന അവസ്ഥ. ഇതല്ലേ ഇവിടെ നടക്കുന്നത്? എൻ്റെ കൂടെ നിൽക്കുന്നവൻ പറയുന്നത് എല്ലാം ശരിയാണ്, അല്ലേ? എൻ്റെ കൂടെ നിൽക്കുന്നവൻ പറയുന്നത് എല്ലാം ശരിയാണ്. എന്നെ വിട്ടിട്ട് വേറെ എങ്ങോട്ടോ ഇങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ അവൻ പറയുന്നത് എത്ര നല്ല കാര്യം പറഞ്ഞാലും അതെല്ലാം തെറ്റാണ്. സ്വർഗത്തിൽ പോകത്തില്ല. കാര്യം ഈ വക പ്രവർത്തിക്കുന്നവർ എവിടെ ചെല്ലത്തില്ലെന്ന് പറഞ്ഞിരിക്കുന്നത്, സ്വർഗത്തിൽ പോകത്തില്ലെന്ന്. ഇവിടെയാണ് മതിൽ കെട്ടി, ഞാനിത് ഓരോന്ന് ഡിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഇവിടെയാണ് ശരിക്കും മതിൽ ആവശ്യമായിരിക്കുന്നത്. എന്താണ് ശരി എന്താണ് തെറ്റെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ഒരു വേർതിരിവ് സഭയിൽ അത്യന്താപേക്ഷിതമാണ്. അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല, ലിസ്റ്റ് ഉണ്ടാക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പേ നമുക്കറിയാം, നമ്മളൊരു മതിൽ കെട്ടിയാൽ ബാക്കിയുള്ള കാര്യങ്ങൾ അപ്പുറത്തായിരിക്കും, അപ്പുറത്തെ നിൽക്കത്തുള്ളൂ. പക്ഷെ സഭ എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബ്രദറെ ആള് കൂടുമോ എന്ന് ചോദിക്കുന്നത്. എന്തിനിങ്ങനെ ആള് കൂടുന്നത്? ആത്മീയമില്ലാത്ത ആളുകൾ എത്ര കൂടിയിട്ട് എന്ത് എടുക്കാനാ, എന്ത് ചെയ്യാനാണ്? ദൈവികത എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ആളുകൾ 10,000 ഉണ്ടായിട്ട് എന്തെടുക്കാനാ? 30,000-ൽ കൂടുതൽ 32,000 ആളുകളെയും കൊണ്ട് ഗിദെയോൻ ചെന്നിട്ട് ദൈവം എത്ര പേരെ തിരഞ്ഞെടുത്തത്? 300 പേരെയാ തിരഞ്ഞെടുത്തത്. 1% ആണ്. 1%. ദൈവത്തിന് പ്രവർത്തിക്കാൻ അത്രയും മതി. ആള് കൂടുതൽ വരുന്നതിനകത്ത് എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷേ ആള് കൂടാൻ വേണ്ടി ഞാൻ മതിൽ പൊളിച്ചു കൊടുക്കുന്നത് ശരിയാകത്തില്ല. ഈ മതിലിനകത്ത് കയറി നിൽക്കാൻ തയ്യാറുള്ളവൻ 10,000 വന്നാലും 25,000 വന്നാലും നല്ല കാര്യം. പക്ഷേ ആള് കൂടാൻ വേണ്ടി മതിൽ പൊളിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ സഭ അപമാനത്തിലേക്ക് മാറുകയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് പ്രവൃത്തികളിൽ ഒരു വ്യതിയാനം, അനാത്മികനായ ഒരു വ്യക്തിയും ആത്മികനായ ഒരു വ്യക്തിയും തിരിച്ചറിയാൻ അവരുടെ പ്രവൃത്തികളെ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയണം. ഇവൻ ആത്മികൻ, അവൻ അനാത്മികൻ എന്ന് മനസ്സിലാക്കാൻ കഴിയണം. നമ്മുടെ ജീവിത രീതിയിൽ ഒരു മതിൽക്കെട്ട് വേണം. നമ്മളുടെ മറ്റുള്ള ജനങ്ങൾ കാണിക്കുന്ന അതെല്ലാം ഇങ്ങോട്ട് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പാടില്ല. ലോകത്തെ നമ്മൾ മതിലിന് പുറത്ത് നിർത്തണം. അധികാര വടംവലി സഭയ്ക്കുള്ളിലേക്ക് വരാൻ പാടില്ല. നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം വായിക്കും. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. അവൻ അവരോട് പറഞ്ഞത്, നിങ്ങൾ നിങ്ങളെ തന്നെ മനുഷ്യരുടെ മുമ്പാകെ നീതീകരിക്കുന്നവരാകുന്നു, ദൈവമോ നിങ്ങളുടെ ഹൃദയം അറിയുന്നു. മനുഷ്യരുടെ ഇടയിൽ ഉന്നതമായത് ദൈവത്തിന്റെ മുമ്പാകെ അറപ്പാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത്. മനുഷ്യൻ ഏറ്റവും മെച്ചപ്പെട്ടതെന്ന് ചിന്തിക്കുന്നത് ദൈവത്തിന് മുമ്പിൽ എന്താണ്? അറപ്പാണ്. ദൈവം അത് കാണുമ്പോഴത്തേക്ക് അങ്ങ് അവന് സഹിക്കാൻ വയ്യാത്ത ഒരു സ്റ്റേജാണ്, അറപ്പാകുന്നു. നമ്മൾ ചിന്തിക്കുന്ന ഈ കസേരയുടെ വടംവലിയൊക്കെ ഉണ്ടല്ലോ, ദൈവം ഇത് കാണുമ്പോൾ മലം കാണുന്നത് പോലെയാണ് ദൈവം നോക്കുന്നത്. അതാണ് അറപ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം. കർത്താവ് അവനെ കാണിച്ചു കൊടുക്കാനിരിക്കുന്ന രാത്രിയിൽ അവൻ എന്ത് ചെയ്യാണ്? അവൻ ആളുകളുടെ മുമ്പാകെ ചെന്നിട്ട് അവിടെ എല്ലാവരും ആരാണ് ഏറ്റവും വലിയവൻ എന്ന് ചോദിച്ചുകൊണ്ട് കസേരയ്ക്ക് വേണ്ടി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കർത്താവ് അവിടെ ചെന്ന് ഒരു തോർത്തെടുത്ത് ഒരു ബേസിനും എടുത്ത് അവരുടെ കാല് കഴുകാൻ തുടങ്ങുകയാണ്. ആത്മികൻ വഴക്കുണ്ടാക്കി പിടിച്ചെടുക്കുന്നത് കസേരയല്ല, ആത്മികൻ വഴക്കുണ്ടാക്കി പിടിച്ചെടുക്കുന്നത് ഒരു ടവല. എന്തിനാണെന്നറിയാമോ? മറ്റൊരാളുടെ കാല് കഴുകാൻ. ഞങ്ങളുടെ മിഷന്റെ ലീഡർഷിപ്പിലുള്ള ജെയിംസ് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നോ അത്രയും പേരുടെ ലീഡറാണ് നിങ്ങൾ. നിങ്ങളെ എത്ര പേർ സേവിക്കുന്നു എന്നുള്ളതല്ല,
നിങ്ങൾ എത്ര പേരെ സേവിക്കുന്നുവോ അത്രയും പേരുടെ നേതാവാണ് നിങ്ങൾ. ലോകത്തിന്റെ സിസ്റ്റം അതല്ല. ലോകത്തിന്റെ സിസ്റ്റം നിങ്ങളെ എത്ര പേർ സേവിക്കുന്നുണ്ടോ അത്രയും പേരുടെ നേതാവാണ് നിങ്ങൾ, അല്ലേ? എന്നെ സേവിക്കാനായിട്ട് ഇത്രയും ആളുകളുണ്ട്, എൻ്റെ പിന്നാലെ നടക്കാൻ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ അനുസരിക്കാൻ, അത്രയും പേരുടെ നേതാവാണ് ലോകത്തിലുള്ളത്. പക്ഷെ ഭൂമിയിലുള്ള അല്ലെങ്കിൽ മറ്റുള്ള ആളുകളുടെ ഇടയിലെ പോലെ അല്ല നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത്. വി ആർ ഡിഫറെന്റ്. നമ്മുടെ സഭ വ്യത്യസ്തമായിരിക്കണം. ഒരു മതിൽ കെട്ടിയിട്ട് അത് ലൗകികമാണ് മോനെ, ഈ അധികാര വടംവലി ലൗകികമാണ്, അത് ദൈവികമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഈ ഒരു മത്സര ബുദ്ധിയോടുകൂടെയുള്ള നിന്റെ ഈ പഠിത്തമുണ്ടല്ലോ, അത് ദൈവികമല്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയണം. ഈ ആരുടെ തലേ കയറി നിന്നാലും നിന്റെ തല മോളിൽ നിൽക്കണം എന്നുള്ള ചിന്താഗതി ദൈവികമല്ല, ലൗകികമാണെന്ന് വ്യത്യാസപ്പെടുത്തി പറഞ്ഞു കൊടുക്കാൻ നമ്മൾ പഠിക്കണം. സഭയിൽ അത് പഠിപ്പിക്കണം. ഈ കോമ്പറ്റീറ്റീവ് വേൾഡിൽ ആത്മികരായി ജീവിക്കുവാൻ, കോമ്പറ്റീറ്റീവ് വേൾഡിൽ കോമ്പറ്റീറ്റീവായിട്ട് ജീവിക്കാനല്ല. ഞാൻ പല സ്ഥലങ്ങളിലും ബൈബിൾ ക്ലാസ്സുകൾ എടുത്തിട്ട് ക്രിസ്ത്യൻ ലിവിങ്ങിനെ കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്ത് കഴിയുമ്പം കൊച്ചമ്മമാരൊക്കെ വന്ന്, മെട്രോ സിറ്റീസിലൊക്കെയാണ് വന്ന് പറയും, ബ്രദർ വാട്ട് ഈസ് ദാറ്റ് ഈസ് ബിബ്ലിക്കൽ. പറഞ്ഞതൊക്കെ വളരെ വേദോസപ്രകാരം സത്യമാണ്, പക്ഷേ വി ലിവ് ഇൻ എ കോമ്പറ്റീറ്റീവ് വേൾഡ്, ഇസ്ന്റ് ഇറ്റ്? ഇങ്ങനെ ഈ മത്സരമുള്ള ഈ ജനങ്ങളിൽ നമ്മുടെ കുഞ്ഞുങ്ങളെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയില്ലെങ്കിൽ അവരെല്ലാം നഷ്ടപ്പെട്ടു പോകത്തില്ലേ? നിങ്ങൾ ഈ പറയുന്ന ആത്മീയത്തിൽ അവരെ വളർത്തിക്കഴിഞ്ഞാൽ എന്താണ് അവരെന്താണ് മറ്റുള്ളവരുടെ മുമ്പിൽ ചെറുതായി പോകും. ഞാനോട് പറയാറുള്ള കാര്യമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ പിള്ളേരെ കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയാൽ അവർ ആദ്യം കോമ്പീറ്റ് ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ആയിരിക്കും, അല്ലാതെ മറ്റുള്ളവരോടൊന്നും അല്ല. കോമ്പറ്റീറ്റീവായിട്ട് വളർത്തിയ ഒറ്റ ഒരുത്തനും ഇന്ന് തന്തയ്ക്കും തള്ളയ്ക്കും വെള്ളം കൊടുക്കാൻ പോലും ഇല്ലല്ലോ. ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണല്ലേ, റൈറ്റ്? അവരെ ആത്മീകരായി വളർത്തുക, അവരെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി വളർത്തുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നവരായി വളർത്തുക, ദൈവികമായ മൂല്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഇവിടെ നമ്മുടെ ചിന്താഗതികളിൽ എല്ലാ രീതിയിലും ലോകത്തെ പടിക്ക് പുറത്ത് നിർത്താൻ മതിൽ പണിയേണ്ടത് ആവശ്യമാണ്. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ. ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ. ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല ഒരിക്കലുമേ. ശൂന്യനാമെന്മേൽ ജീവനെ നൽകി മാന്യനായി തീർത്ത സ്നേഹമോർത്താൽ. ശൂന്യനാമെന്മേൽ ജീവനെ നൽകി മാന്യനായി തീർത്ത സ്നേഹമോർത്താൽ എന്തു ഞാൻ നൽകും യേശുവേ നാഥ. പൂർണ്ണമായെന്നെ തന്നിടുന്നേ. എന്തു ഞാൻ നൽകും
യേശുവേ നാഥ പൂർണ്ണമായെന്നെ തന്നിടുന്നേ. അമ്മയെക്കാളും സ്നേഹിച്ചു എൻ്റെ തിന്മ മറന്ന് നന്മ നൽകി. അമ്മയെക്കാളും സ്നേഹിച്ചു എൻ്റെ തിന്മ മറന്ന് നന്മ നൽകി. എന്തു ഞാൻ നൽകും എൻ പ്രാണനാഥ നിൻവേല ചെയ്യും അന്ത്യം വരെ. എന്തു ഞാൻ നൽകും എൻ പ്രാണനാഥ നിൻവേല ചെയ്യും അന്ത്യം വരെ. യേശുവിൻ പിൻപേ പോയിടും ഞാനും പിന്മാറുകില്ല യാത്രമധ്യേ. ആരെല്ലാം എന്നെ തള്ളിയെന്നാലും പിന്മാറുകില്ല